وأسروا قولكم أو اجهروا به إنه عليم بذات الصدور. السلام عليكم ورحمة الله وبركاته. إن الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ويتجنبها الأشقى الذي يصلى النار الكبرى ثم لا يموت فيها ولا يحيا قد أفلح من تزكى وذكر اسم ربه فصلى بل تؤثرون الحياة الدنيا والآخرة خير وأبقى إن هذا لفي الصحف الأولى صحف إبراهيم وموسى. പ്രിയപ്പെട്ട വിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ കൽപ്പന, നിയമനിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. 87-ാം അധ്യായമായ സൂറത്തുൽ അഅലയാണ് നാം പഠിക്കുന്നത്. അതിലെ 10 ആയത്തുകൾ അൽഹംദുലില്ലാ നാം പഠിച്ചു. 11 മുതൽ അവസാനം വരെയുള്ള 19 വരെയുള്ള ആയത്തുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നാം പഠിക്കുന്നത്. പഠിക്കാനും പകർത്താനും അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. 9-10 ആയത്തുകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഫദക്കിർ ഇൻ നഫഅതി ദിക്റ, ആകയാൽ നബിയെ നീ ഉപദേശിച്ചു കൊള്ളുക. എപ്പോൾ? ഇൻ നഫഅതി ദിക്റ, ഉപദേശം ഫലപ്പെടുമെങ്കിൽ ഉപദേശിക്കുക. സയദ്ദക്കറു മൻ യഖ്ഷ, അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകൾ ഖുർആനിൻ്റെ ആയത്തുകൾ കേൾക്കുമ്പോൾ നല്ല ഉപദേശങ്ങൾ കേട്ടാൽ അത് സ്വീകരിക്കും. ആരാ സ്വീകരിക്കുക? മൻ യഖ്ഷ, അള്ളാഹുവിനെ ഭയപ്പെടുന്നവർ. അള്ളാഹുവിനെ പേടിയില്ലാത്ത ആളുകൾ, മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ചിന്തയില്ലാത്ത ആളുകൾ എന്ത് തന്നെ ഉപദേശങ്ങൾ കേട്ടാലും അത് ഒരു ചെവി കൊണ്ട് കേട്ട് മറ്റേ ചെവിയിലൂടെ അവർ പുറത്തേക്ക് തള്ളിക്കളയും. മാത്രവുമല്ല, വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളും ഉപദേശങ്ങളും സ്വീകരിക്കില്ലെന്ന് മാത്രമല്ല, വളരെ ദുർവാശിയോടുകൂടെ അതിനവർ കാണുക, അതിനെ നിഷേധിക്കുകയും പരിഹസിക്കുകയും ഇകഴ്ത്തുകയുമെല്ലാം ചെയ്യും എന്ന് അല്ലാഹു തആല ഓർമ്മപ്പെടുത്തി. തുടർന്ന് അല്ലാഹു പറയുന്നത് വയതജന്നബുഹൽ അഷ്ഖാ الذي يصلى النار الكبرى, ഉപദേശം കേൾക്കാൻ തയ്യാറില്ലാത്തവന്റെ സ്ഥിതി എന്തായിരിക്കുമെന്നാണ് അല്ലാഹു ചൂണ്ടിക്കാണിക്കുന്നത്. വയതജന്നബുഹ, ആ ഉപദേശങ്ങളിൽ നിന്ന് വെടിഞ്ഞു നിൽക്കും. ആര്? അൽ അഷ്ഖാ, ഏറ്റവും ഭാഗ്യം കെട്ടവൻ. ഏറ്റവും ഭാഗ്യം കെട്ട ആളുകൾ മാത്രമേ ഉപദേശങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുകയുള്ളൂ. എനിക്ക് കേൾക്കാൻ സമയമില്ല, എനിക്ക് വേറെ ഒരുപാട് തിരക്കുണ്ട്, കച്ചവടത്തിൻ്റെ തിരക്കാണ്, കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഉപദേശങ്ങൾ കേൾക്കുമ്പോൾ അതിന് സമയമില്ലാത്തവർ, അതിൽ നിന്ന് തിരിഞ്ഞു കളയുന്ന ആളുകൾ. ദുനിയാവിലെ എല്ലാ കാര്യത്തിനും സമയമുണ്ട്, പക്ഷേ പഠിക്കാൻ മാത്രം സമയമില്ല, ഉപദേശം കേൾക്കാൻ മാത്രം സമയമില്ല, ക്ലാസ്സുകൾ കേൾക്കാൻ സമയമില്ല, വെള്ളിയാഴ്ച ഖുതുബ പോലും അതിന് പോലും കുറച്ച് നേരത്തെ വരാൻ സമയമില്ലാത്ത ആളുകൾ. അതാണ് അള്ളാഹു പറയുന്നത്. വയതജന്നബുഹ, ഏറ്റവും ഭാഗ്യം കെട്ടവർ. വയതജന്നബുഹ, അവർ വെടിഞ്ഞു നിൽക്കുന്നതാണ്. വെടിഞ്ഞു നിൽക്കുന്നവർ അൽ അഷ്ഖ, ഏറ്റവും ഭാഗ്യം കെട്ടവനാണ്. അവൻ അള്ളാഹു കൊടുത്ത പേരാണ് ഭാഗ്യം കെട്ടവൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഭാഗ്യം കെട്ടവരിൽ ഞാനും നിങ്ങൾ ഉണ്ടോയെന്ന് ആലോചിക്കണ്ടേ? വേണ്ടേ?
ഉപദേശങ്ങൾ കേൾക്കുമ്പോൾ അതിന് അവസരങ്ങളും സന്ദർഭങ്ങളും കിട്ടുമ്പോൾ അതിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവരാണോ നമ്മൾ? അതല്ല, അതിന് ചെവി കൊടുക്കുന്നുണ്ടോ? അത് കേൾക്കാനും അത് എഴുതാനും അത് പഠിക്കാനും അതിനൊക്കെ സമയം കൊടുക്കുന്നുണ്ടോ? എങ്കിൽ നമ്മൾ വിജയികളാണ്. അതിനെനിക്കൊന്നും സമയമില്ല എന്ന് പറഞ്ഞ് തിരിഞ്ഞു കളയുന്നവരാണെങ്കിൽ, വിട്ടകന്നു പോകുന്നവരാണെങ്കിൽ അവർ അൽ-അഷ്ഖ, അവൻ ഏറ്റവും ഭാഗ്യം കെട്ടവനാണ് എന്ന് അല്ലാഹു പറയുന്നു. ദുനിയാവിലെ ഭാഗ്യക്കേടല്ല. ദുനിയാവിൽ ഒരു പക്ഷേ ഖുർആൻ പഠിക്കാതെ ഉപദേശങ്ങൾ സ്വീകരിക്കാതെ തനിക്ക് തോന്നിയതുപോലെ ജീവിച്ചാൽ ഒരുപക്ഷെ സമ്പത്ത് ഒരുപാട് ഉണ്ടാകും, ജനങ്ങൾ അവനെ ഇഷ്ടപ്പെടും, എല്ലാവിധ അംഗീകാരങ്ങളും ഉണ്ടാകും. ദുനിയാവിലെ ഭാഗ്യക്കേടല്ല. മറിച്ച് അല്ലാഹു തആല ഇവിടെ അഷ്ഖ, ഭാഗ്യം കെട്ടവൻ എന്ന് പറഞ്ഞത് എവിടത്തെ ഭാഗ്യക്കേടാണ്? അല്ലദീ യസ്ലന്നാറൽ കുബ്റാ, ആ ഭാഗ്യം കെട്ടവൻ എവിടത്തെ ഭാഗ്യം കെട്ടവൻ? അല്ലദീ യസ്ലന്നാറൽ കുബ്റാ, അതേ ഏറ്റവും വലിയ അഗ്നിയിൽ കടന്നെരിയുന്നവനാണവൻ. അതാണ് അവന്റെ ഭാഗ്യക്കേട്. അവൻ നരകത്തിൽ കടന്ന് എരിയുന്നതാണ്. ഇവിടെ നിന്നൊന്നും സമയം ഉണ്ടാവില്ല. പക്ഷെ അവിടെ എത്തുമ്പോൾ ഒരു സെക്കൻഡ് പോലും നമുക്ക് തിരിച്ചു കിട്ടുകയുമില്ല. അവിടുന്ന് സുജൂദ് ചെയ്യാൻ പറഞ്ഞാൽ പോലും അവന്റെ തലൊന്ന് കുനിക്കാൻ പോലും കഴിയില്ല. തിരിച്ചു വന്നിട്ട് ഖുർആൻ കേൾക്കാൻ പറ്റുമോ? ഇല്ല. അല്ലദീ യസ്ലന്നാറൽ കുബ്റാ, അതേ ഏറ്റവും വലിയ അഗ്നിയിൽ കടന്നെരിയുന്നവൻ. ഇവിടെ നരകത്തിന് അല്ലാഹു തആല നരകത്തിൽ കടന്നെരിയുക എന്ന് പറയാതെ അതിന്റെ ശേഷം പറഞ്ഞു അൽ കുബ്റാ. എങ്ങനത്തെ അഗ്നിയാണ് അൽ കുബ്റാ? ഏറ്റവും വലിയ അഗ്നിയിലാണ് അവൻ കടന്ന് എരിയുക. സുമ്മ ലാ യമൂതു ഫീഹാ വലാ യഹ്യാ, സുമ്മ പിന്നീട് ലാ യമൂതു മരിക്കുകയില്ല, ഫീഹാ അതിൽ, ആ നരകത്തിൽ ആ അഗ്നിയിൽ കടന്നുകൊണ്ട് അതിന്റെ കാഠിന്യം കൊണ്ട് ഒന്ന് മരിച്ചു കിട്ടിയാൽ പിന്നീടൊന്നും അറിയേണ്ടതില്ല. അഗ്നിയിൽ കടന്ന് എരിയുമ്പോൾ ദുനിയാവില് ഏതെങ്കിലും തീപ്പൊള്ളലേറ്റുകൊണ്ട് ശരീരത്തിൽ അമിതമായി തീപ്പൊള്ളലേറ്റാൽ അവൻ മരണപ്പെടും. എന്നാൽ അതിശക്തമായിരിക്കുന്ന തീക്കുണ്ടാരത്തിൽ ഇട്ടുകൊണ്ട് അവൻ കടന്ന് അതിൽ നിന്ന് എരിഞ്ഞമർന്നാലും ലാ യമൂതു ഫീഹ, അതിലൊരിക്കലും അവന് മരണമുണ്ടാവുകയില്ല. ശിക്ഷയുടെ ഗൗരവമാണ് അല്ലാഹു തആല പറയുന്നത്. മാത്രവുമല്ല വലാ യഹ്യാ, അവൻ ജീവിക്കുകയുമില്ല എന്ന് പറഞ്ഞാൽ ദുനിയാവിലേക്ക് വന്നുകൊണ്ടവനിക്ക് ജീവിക്കാൻ കഴിയില്ല. മാത്രവുമല്ല ആ നരക ശിക്ഷ കുറെ കാലം ആ നരകത്തിൽ കടന്ന് അവൻ യസ്ലന്നാറൽ കുബ്റാ, ഏറ്റവും വലിയ അഗ്നിയിൽ കടന്ന് എരിഞ്ഞ് കുറെ കാലം കഴിഞ്ഞത് രക്ഷപ്പെട്ട് പിന്നീട് ഒരു സ്വസ്ഥമായ ഒരു സന്തോഷകരമായ ജീവിതം അവനുണ്ടാകുമോ? അതും ഇല്ല. അങ്ങനത്തെ ഒരു ആശ്വാസവും പിന്നീട് അവനില്ല. ഏതെങ്കിലും തരത്തിലുള്ള വിഷമമോ ഇല്ലാതെ കാലാകാലം ഒരു ഇളവ് പോലുമില്ലാതെ അവൻ എന്തു ചെയ്യും? അതിൽ ആ നരകത്തിൽ കടന്ന് എരിയുക തന്നെ ചെയ്യും. ഒരിക്കലും അവന് മരണം വിധിക്കപ്പെടുകയില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതിൽ നിന്ന് അല്ലാഹു തആല നമ്മെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹുവേ, ഈ പറയപ്പെട്ട വിഭാഗത്തിൽ വയതജന്നബുഹൽ അഷ്ഖാ അല്ലദീ യസ്ലന്നാറൽ കുബ്റാ സുമ്മ ലാ യമൂതു ഫീഹാ വലാ യഹ്യാ എന്ന് പറഞ്ഞ ആ വിഭാഗത്തിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുമായി ബന്ധപ്പെട്ടവരെയും നീ കാത്തു സംരക്ഷിക്കണം റബ്ബേ. അള്ളാഹു കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. ദുആ ചെയ്യുന്നതോടൊപ്പം അള്ളാഹുവിന്റെ ഉപദേശങ്ങൾക്ക് കൃത്യമായി ചെവി കൊടുക്കാൻ നമുക്ക് കഴിയണം. എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് കുറച്ച് സമയമെങ്കിലും അള്ളാഹുവിന്റെ ഉപദേശങ്ങൾ കേൾക്കാനും അത് ജീവിതത്തിനെ ശുദ്ധീകരിക്കുവാനും പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയണം. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. തുടർന്ന് അള്ളാഹു ഖദ് അഫ്ലഹ മൻ തസക്കാ, തുടർന്ന് അള്ളാഹു പറയാ ഖദ് തീർച്ചയായും, അഫ്ലഹ വിജയിച്ചിരിക്കുന്നു, തീർച്ചയായും വിജയിച്ചിരിക്കുന്നു. ആര്? മൻ തസക്കാ, പരിശുദ്ധി നേടിയവൻ, പരിശുദ്ധി നേടിയവൻ വിജയിച്ചിരിക്കുന്നു. ആത്മപരിശുദ്ധി നേടിയവൻ വിജയിച്ചിരിക്കുന്നു. വദകറ സ്മ റബ്ബിഹി ഫസല്ലാ, പിന്നെ ആരാണ് വിജയിച്ചത്? വദകറ, അവൻ സ്മരിക്കുകയും ചെയ്തു. ഇസ്മ റബ്ബിഹി, തന്റെ റബ്ബിന്റെ നാമം സ്മരിക്കുകയും ചെയ്തു. ഫസ്വല്ലാ, എന്നിട്ട് നമസ്കരിക്കുകയും ചെയ്ത ആൾ ഭാഗ്യം പ്രാപിച്ചവനാണ്, വിജയിച്ചവനാണ്. അല്ലാഹു വിജയിച്ചു എന്ന് പറഞ്ഞത് ആരെ കുറിച്ചാണ്? ഒന്ന് മൻ തസക്കാ, ആത്മപരിശുദ്ധി നേടിയവൻ ഭാഗ്യം പ്രാപിച്ചു. അതുപോലെ വദകറ സ്മ റബ്ബിഹി ഫസ്വല്ലാ, അള്ളാഹുവിന്റെ നാമം സ്മരിക്കുകയും തന്റെ രക്ഷിതാവിന്റെ പേര് സ്മരിക്കുകയും എന്നിട്ട് നമസ്കരിക്കുകയും ചെയ്തവൻ വിജയിച്ചു. മനസ്സിലായില്ലേ? അതുകൊണ്ട് നമ്മൾ ഏറ്റവും നന്നാകേണ്ടത്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ, നമ്മുടെ ശരീരം നമ്മൾ ഭംഗി കൂട്ടാറുണ്ട്,
നമ്മുടെ ശരീരത്തിലെ അഴുക്കുകളെല്ലാം പോക്കാൻ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? കുളിക്കാറുണ്ട്, ശുദ്ധിയാക്കാറുണ്ട്. അതിനേക്കാളൊക്കെയും ശുദ്ധിയാകേണ്ടത് എന്താണ്? നമ്മുടെ മനസ്സുകളാണ്. നമ്മുടെ മനസ്സാണ് ആദ്യമായി ശുദ്ധിയാകേണ്ടത്. ആ മനസ്സിൽ യാതൊരു കാപഢ്യങ്ങളും ഉണ്ടാകാൻ പാടില്ല. അവിശ്വാസത്തിന്റെ ലാഞ്ചനകൾ നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാകരുത്. വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളും താക്കീതുകളും അതിൽ യാതൊരു സംശയവും നമുക്കുണ്ടാകരുത്. ആ നിലക്ക് എല്ലാവിധ കാപഢ്യങ്ങളിൽ നിന്ന്, അസൂയയിൽ നിന്ന്, മറ്റുള്ള വൃത്തികേടുകളിൽ നിന്ന് എല്ലാം നമ്മുടെ മനസ്സിനെ പൂർണ്ണമായി വിശുദ്ധപ്പെടുത്താൻ നമുക്ക് കഴിയണം, സംശുദ്ധമാക്കാൻ കഴിയണം. എന്നിട്ട് ആ മനസ്സുകളിൽ ഏത് ചിന്തയുണ്ടാകണം? വദക്കറസ്മ റബ്ബിഹി, തന്റെ റബ്ബിനെ കുറിച്ചുള്ള ചിന്തയാണ് ഉണ്ടാകേണ്ടത്. തന്റെ നാഥനെ കുറിച്ചുള്ള നാഥന്റെ പേര് അല്ലാഹ്. ഏത് സമയത്തും അല്ലാഹ് എന്ന ചിന്തയുണ്ടാകണം. എന്നെ പടച്ചതെന്റെ നാഥനാണ്, എനിക്ക് ഭക്ഷണം തരുന്നത്, എനിക്ക് വെള്ളം തരുന്നത്, എനിക്ക് സമ്പത്ത് തന്നത്, എനിക്ക് ആരോഗ്യം നൽകിയത്, എനിക്ക് കുടുംബം നൽകിയത്, എനിക്ക് എൻ്റെ വീട് നൽകിയത്, എൻ്റെ ബിസിനസ് നൽകിയത്, കച്ചവടം നൽകിയത്, എല്ലാം എൻ്റെ നാഥനാണ്. ആ നാഥനെ കുറിച്ചുള്ള ചിന്ത ഏത് സമയത്തും വിശ്വാസികളുടെ മനസ്സുകളിൽ ഉണ്ടാകണം. ഒന്നാമതായി എല്ലാത്തിൽ നിന്നും മനസ്സിനെ പൂർണ്ണമായ ആത്മവിശുദ്ധി നേടുക. രണ്ടാമത്തേത് വദക്കറസ്മ റബ്ബിഹി, തന്റെ നാഥനെ കുറിച്ചുള്ള സ്മരണകൾ നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാവുക. ഏത് സമയത്തും അല്ലാഹ് എന്ന ചിന്ത. അല്ലാഹ് കാണുന്നുണ്ട്, അല്ലാഹ് അറിയുന്നുണ്ട്. എൻ്റെ ഏത് പ്രശ്നങ്ങൾക്കും എൻ്റെ നാഥൻ എനിക്ക് പരിഹാരം നൽകും. അതോടൊപ്പം അല്ലാഹ് പറഞ്ഞത് ഫസ്വല്ലാ, എന്നിട്ട് നമസ്കരിക്കുകയും ചെയ്യുക. കർമ്മങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമമായത് ഒരാൾ ഒരു വ്യക്തി മുസ്ലിമാകുന്നതും അമുസ്ലിമാകുന്നതും നിസ്കാരം തീരുമാനിച്ചുകൊണ്ടാണ്. നിസ്കാരമുണ്ടോ അവൻ മുസ്ലിമാണ്, നിസ്കാരമില്ലേ അവൻ അവിശ്വാസിയാണെന്നല്ലേ റസൂലുള്ളാഹി പറഞ്ഞത്. ദീനിന്റെ തൂണാണ് നിസ്കാരം. ആ തൂണാകുന്ന അസ്വലാത്തു ഇമാദുദ്ദീൻ, നിസ്കാരം ദീനിന്റെ തൂണാണ്, മതത്തിന്റെ തൂണാണ്. ആരെങ്കിലും അത് നിലനിർത്തിയാൽ അവൻ മതത്തിനെ നിലനിർത്തിയവനാണ്. ആരെങ്കിലും നിസ്കാരം ഉപേക്ഷിച്ചാൽ ഫഖദ് ഹദമദ്ദീൻ, അവൻ ദീൻ പൊളിച്ചവനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ കർമ്മങ്ങളിൽ വെച്ച് ആദ്യമായി പരലോകത്ത് നിന്ന് ചോദ്യം ചെയ്യപ്പെടുന്ന നിസ്കാരത്തെക്കുറിച്ചാണ്. അതുകൊണ്ടാണ് അല്ലാഹു തആല അല്ലാഹുവിനെ നിങ്ങൾ സ്മരിക്കണം എന്ന് പറഞ്ഞ ഉടനെ പറഞ്ഞു, ആ സ്മരണ, അള്ളാഹുവിനെ സ്മരിക്കുന്ന പ്രവർത്തനങ്ങളിൽ, ആരാധനകളിൽ വളരെ പ്രധാനമാണ് നിസ്കാരം. ആ നിസ്കാരത്തെ ഊന്നി പറയുകയാണ് വസ്വല്ലാ, എന്നിട്ട് നമസ്കരിക്കുകയും ചെയ്തവൻ. അതുകൊണ്ട് നിസ്കാരത്തിന്റെ കാര്യത്തിൽ എല്ലാവരും കൃത്യമായ ഒരു ശ്രദ്ധയുണ്ടാകണം എന്ന് അല്ലാഹു തആല സൂചിപ്പിക്കുക. ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ വല്ലാഖിറതു ഖൈറുൻ വഅബ്ഖാ. മനസ്സ് ശുദ്ധിയാക്കിയവരാണ്, അവരാണ് വിജയിച്ചവർ. അള്ളാഹുവിന്റെ നാമത്തിനെ ഓർക്കുന്നവരാണ് വിജയിച്ചവരെന്ന് പറഞ്ഞിട്ട് അല്ലാഹ് പറയാ, ബൽ പക്ഷേ തുസിറൂൻ, നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണ്, നിങ്ങൾ പ്രാധാന്യം നൽകുകയാണ് അൽ ഹയാത്തദ് ദുനിയ, ഹയാത്ത് ജീവിതത്തിന്, അദ്ദുന്യ നൈമിഷികമായ ഇഹലോക ജീവിതത്തിന് നിങ്ങൾ പ്രാധാന്യം നൽകുന്നവരാണ്. മനസ്സിലായില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ധാരാളം ഹദീസുകളിൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ദുനിയാവിന്റെ പിന്നാലെ ദുനിയാവോ എന്ന് പറഞ്ഞ് ദുനിയാവിന് വേണ്ടി മാത്രം നമ്മുടെ സമയവും നമ്മുടെ ആരോഗ്യവും സമ്പത്തും എല്ലാം ദുനിയാവിന് വേണ്ടി മാത്രം ഉപയോഗപ്പെടുത്തിയാൽ അവൻ നഷ്ടക്കാരാകും. പക്ഷെ എന്തു വേണം? റബ്ബനാ ആതിനാ ഫിദ്ദുന്യാ ഹസന. റബ്ബിനോട് വിശ്വാസികൾ ചോദിക്കുന്ന ചോദ്യം, അള്ളാഹുവിന്റെ റസൂല് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ച പ്രാർത്ഥന, ആ പ്രാർത്ഥനയിൽ എന്താ ഉള്ളത്? ദുനിയാവിനെ മാത്രം ചോദിക്കുകയല്ല, ദുനിയാവിന് വേണ്ടി മാത്രം ജീവിക്കുകയല്ല എന്ന് വിചാരിച്ച് ദുനിയാവ് വേണ്ടെന്നല്ല, സമ്പത്ത് വേണ്ടെന്നല്ല, ഭാര്യസന്താനങ്ങളും വീടുകളും വാഹനങ്ങളും സൗഭാഗ്യങ്ങളും ഒന്നും വേണ്ടെന്നല്ല. പക്ഷേ അതിനൊക്കെ ഒരു പരിധിയുണ്ട്. അതുകൊണ്ടാ റബ്ബിനോട് ചോദിക്കുന്നത് ആതിനാ ഫിദ്ദുന്യാ ഹസന, അല്ലാഹുവേ ദുനിയാവിൽ ഞങ്ങൾക്ക് നീ നല്ലത് നൽകണം, എല്ലാം നല്ലതാകണം. നമ്മുടെ ആരോഗ്യം നന്മയ്ക്ക് വേണ്ടി ചെലവഴിക്കണം, നമ്മുടെ സമയം അത് ഹസനത്താകണം, നന്മയാകണം. നമ്മുടെ കുടുംബം, നമ്മുടെ കച്ചവടം, നമ്മുടെ വാക്കുകൾ, നമ്മുടെ നടത്തം, നമ്മുടെ ഇരുത്തം, നമ്മുടെ കേൾവികൾ, നമ്മുടെ കൊടുക്കലുകൾ, നമ്മുടെ വാങ്ങലുകൾ, നമ്മുടെ വർത്തമാനങ്ങൾ, നമ്മുടെ ഉപദേശങ്ങൾ, ഏത് സകല നിഖില മേഖലകളിലെ മുഴുവൻ പ്രവർത്തനങ്ങളും
എല്ലാം എന്താകണം? ഹസനത്താകണം. അതുകൊണ്ടാ റബ്ബിനോട് ചോദിക്കുന്നത്, അല്ലാഹുവേ ദുനിയാവിൽ ഞങ്ങൾക്ക് നീ നല്ലത് നൽകണം, വഫിൽ ആഖിറതി ഹസന, പരലോകത്തിലും ഞങ്ങൾക്ക് നല്ലത് നൽകണം, വഖിനാ അദാബന്നാർ, നരക ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ കാക്കുകയും ചെയ്യണേ എന്ന് നമ്മൾ ദുആ ചെയ്യുന്നത്. അതുകൊണ്ട് വെറും ദുനിയാവിന്റെ ആളായി മാറരുത്. ദുനിയാവിന് വേണ്ടി ആഖിറത്തെ നമ്മൾ നഷ്ടപ്പെടുത്തരുത്. ദുനിയാവുണ്ടാക്കുന്ന തിരക്കുകൾക്കിടയിൽ അള്ളാഹുവിനെ മറന്നു പോകുന്ന, അതല്ലെങ്കിൽ അള്ളാഹുവിനെ ആരാധിക്കുന്നതിൽ നിന്ന് നമുക്ക് തടസ്സമാകുന്ന ഒന്നും ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടല്ലേ സൂറത്തുൽ മുനാഫിഖൂനിൽ നമ്മൾ പഠിച്ചത്, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാഹ്, ഒരിക്കലും നിങ്ങളുടെ സന്താനങ്ങളോ, അംവാലുക്കും വലാ ഔലാദുക്കും, നിങ്ങളുടെ സന്താനങ്ങൾ അതല്ലെങ്കിൽ നിങ്ങളുടെ സമ്പത്ത് അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിന്ന് യാതൊരു തടസ്സവും നിങ്ങൾക്ക് വരുത്താൻ പാടില്ല. നമ്മുടെ സന്താനങ്ങളോ അതല്ലെങ്കിൽ നമ്മുടെ കുടുംബമോ നമ്മുടെ സമ്പത്തുകളോ നമ്മുടെ വീടോ നമ്മുടെ ജോലികളോ ഒന്നും അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിന്ന് നമുക്ക് തടസ്സമാകാൻ പാടില്ല. അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിന്ന് തടസ്സമാകുന്ന ഒന്നും നന്മയുമല്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് എല്ലാം അള്ളാഹുവിന്റെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ കഴിയണം. പക്ഷേ നിങ്ങൾ ഭൗതികമായ ജീവിതത്തിന് പ്രാധാന്യം നൽകുന്നു, അതോടൊപ്പം പരലോകമാകട്ടെ ഏറ്റവും ഉത്തമവും കൂടുതൽ ശേഷിക്കുന്നതുമാണ്. പരലോകത്തിന് വേണ്ടിയുള്ള വിഭവങ്ങൾ ശേഖരിക്കുകയാണ് നാം ചെയ്യേണ്ടത്. ദുനിയാവെന്ന് പറയുന്നത് ആഖിറത്തിലേക്കുള്ള വിഭവങ്ങൾ ശേഖരിക്കാനുള്ള ദിവസങ്ങളാണ്, സമയമാണ്, ആരോഗ്യം എല്ലാം പരലോകത്തേക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയണം. പരലോകം എന്ന് പറയുന്നത് ഖൈർ, അതാണ് ഏറ്റവും ഉത്തമമായത്. മാത്രമല്ല അബ്ഖ, അതാണ് കൂടുതൽ ശേഷിക്കുന്നത്. ദുനിയാവെല്ലാം നഷ്ടപ്പെട്ടു പോകും. അത് മരണത്തോടുകൂടെ നമ്മൾ വലിയ കോടാനക്കോടി രൂപ നമ്മുടെ കയ്യിലുണ്ടെങ്കിലും, വലിയ ബംഗ്ലാവുകൾ ഉണ്ടെങ്കിലും, വലിയ ഒരുപാട് വാഹനങ്ങൾ നമ്മുടെ കയ്യിലുണ്ടായാലും, ദുനിയാവിൽ നിന്ന് നമ്മളങ്ങ് മരിക്കുന്നതോടുകൂടെ പ്രിയപ്പെട്ടവരെ അതിന്റെ അവകാശികൾ നമ്മളല്ലാതെയായി മാറുകയാണ്. നമ്മുടെ പേരിലുള്ള സമ്പത്ത് ആധാരത്തിൽ നമ്മളായിരിക്കും. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ആധാര എഴുത്ത് ഓഫീസിൽ കൊണ്ടുപോയി അത് മക്കളുടെ പേരിലേക്കും അതിന്റെ അവകാശികളുടെ പേരിലേക്കും അത് മാറ്റം ചെയ്യപ്പെടും. അതിന്റെ ആൾ നമ്മളല്ലാതെയായി മാറും. അപ്പൊ ദുനിയാവെന്ന് പറയുന്നത് താൽക്കാലികമാണ്. പക്ഷെ ആഖിറം, പരലോകം വഅബ്ഖ, അതാണ് എന്നെന്നും ശേഷിക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ട് പിന്നീട് പറയുന്നത്, ഇന്ന ഹാദാ ലഫി സുഹുഫിൽ ഊലാ സുഹുഫി ഇബ്രാഹീമ വമൂസ. ഇവിടെ ഖുർആൻ പാരായണത്തിൽ ഒരു കാര്യം ശ്രദ്ധിക്കണം. മിക്കവാറും ആളുകൾ, പള്ളികളിലെ ഇമാമുമാര് പോലും ഇന്ന ഹാദാ ലഫി സുഹ്ഫി എന്ന് ഓതാറുണ്ട്. പല ഇമാമുമാരും വലിയ നല്ല ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. ഇന്ന ഹാദാ ലഫി സുഹു, ഹാഇന് ലൊമ്പാണ്, സുഹ്ഫി പറയരുത്. മനസ്സിലായില്ലേ? ഇന്ന ഹാദാ ലഫി സുഹുഫിൽ ഊലാ സുഹുഫി ഇബ്രാഹീമ വമൂസ. ഇന്ന ഹാദാ, തീർച്ചയായും ഇത്, മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ, ലഫി സുഹുഫിൽ ഊലാ, ആദ്യത്തെ ഏടുകളിൽ തന്നെയുണ്ട്. സുഹുഫി ഇബ്രാഹീമ വമൂസ, അഥവാ ഇബ്രാഹിമിന്റെയും മൂസയുടെയും ഏടുകളിൽ ഈ കാര്യങ്ങളുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന അവസാന പ്രവാചകന് അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥത്തിലുള്ള ഇത്തരം ഉപദേശങ്ങൾ അത് മുഹമ്മദ് നബി പുതിയതായി പറഞ്ഞതല്ല. അള്ളാഹുവിന്റെ റസൂൽ ഏതെങ്കിലും ഒരു പുത്തൻ വാദവുമായി വന്നതല്ല, ഏതെങ്കിലും ഒരു പുതിയ മതം കൊണ്ടുവന്നതല്ല. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതെല്ലാം കാര്യങ്ങൾ പ്രബോധനം ചെയ്യുന്നുണ്ടോ, ഉപദേശിക്കുന്നുണ്ടോ, ആ ആദർശങ്ങളൊക്കെയും മുമ്പ് കഴിഞ്ഞുപോയ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനും മൂസാ നബി അലൈഹിസ്സലാമിനൊക്കെ ഇറക്കിക്കൊടുത്ത വേദഗ്രന്ഥങ്ങളിൽ ഉള്ളത് തന്നെയാണ് എന്നാണ് അള്ളാഹു പറയുന്നത്. മുഹമ്മദ് നബി അദ്ദേഹത്തിന്റെ ഇഷ്ടപ്രകാരം പറഞ്ഞതോ പുതിയ ഒരു ആദർശം കൊണ്ടുവന്നതോ അല്ല. മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചകന്മാരുടെ വേദഗ്രന്ഥങ്ങളിൽ, പ്രത്യേകിച്ച് ഇബ്രാഹിമിന്റെയും അതേപോലെ മൂസായുടെയും അലൈഹിമുസ്സലാം അവർക്കിറക്കപ്പെട്ട വേദഗ്രന്ഥങ്ങളിൽ ഈ ആശയങ്ങളെല്ലാം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അഅല അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സൂറത്തുൽ അഅലയിലൂടെ ചെറിയ സൂറത്താണ്, എപ്പോഴും പാരായണം ചെയ്യുന്ന വെറും 19 ആയത്തുകൾ മാത്രമാണുള്ളത്. പക്ഷേ ഓരോ ആയത്തുകളിലൂടെയും കടന്നു പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയതുപോലെ ഇതിനേക്കാൾ എത്രയോ ഇരട്ടി വിശദീകരണങ്ങൾ മഹാന്മാരാകുന്ന മുഫസ്സിറുകൾ നൽകിയതായി നമുക്ക് കാണാവുന്നതാണ്. അതുകൊണ്ട് ഓരോ വെള്ളിയാഴ്ചകളിലും വിശുദ്ധമായ സൂറത്തുൽ അഅല കേൾക്കുമ്പോൾ, നമ്മൾ പാരായണം ചെയ്യുമ്പോൾ
ഈ ഒരു അർത്ഥതലങ്ങൾ നമ്മുടെ മനസ്സുകളിലേക്ക് കടന്നു വരിക. അള്ളാഹു മോശക്കാരാണെന്ന് പറഞ്ഞ, പരാജയപ്പെട്ടു പോയവരാണ്, ഭാഗ്യം കെട്ടുപോയവരാണ് എന്ന് പറഞ്ഞ വിഭാഗത്തിൽ നമ്മൾ പെടാൻ പാടില്ല. അള്ളാഹു വിജയിച്ചവരാണെന്ന് പറഞ്ഞ വിഭാഗത്തിൽ പെടാൻ നമുക്ക് സാധിക്കണം. അതിനുള്ള പരിശ്രമങ്ങളും ആത്മാർത്ഥമായ പ്രവർത്തനങ്ങളുമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. ദുനിയാവിന് വേണ്ടി മാത്രം നമ്മുടെ സമയവും സന്ദർഭങ്ങളെയും നമ്മുടെ ആരോഗ്യത്തെയും സമ്പത്തിനെയും സമയത്തെയും ഒന്നും ദുനിയാവിന് വേണ്ടി മാത്രം ഉപയോഗപ്പെടുത്താതെ അള്ളാഹു നൽകിയിട്ടുള്ള ദുന്യവിയായിരിക്കുന്ന വിഭവങ്ങളെയും അതിന്റെ ശേഷികളെയും എല്ലാം നാളെ പരലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന ഭാഗ്യശാലികളുടെ കൂട്ടത്തിൽ, അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഖാശിഈങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാനുള്ള പരിശ്രമങ്ങൾ ഉണ്ടാകട്ടെ. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഈ പഠനവും നമ്മുടെ കേൾവിയും നമ്മുടെ പറച്ചിലുകളും ഉപദേശങ്ങളുമെല്ലാം അള്ളാഹു തആല പൂർണ്ണമായി സ്വീകരിക്കുമാറാവട്ടെ. ജീവിതത്തിൽ അതെല്ലാം പാലിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളാകുമാറാകട്ടെ. ഉപദേശം കേൾക്കുമ്പോൾ അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്ന ആ വിഭാഗത്തിൽ ഭാഗ്യം കെട്ടവരിൽ നിന്ന് അള്ളാഹു തആല നമ്മയൊക്കെ കാക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് റഹ്മത്ത് നൽകുമാറാവട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് അള്ളാഹു ശാന്തിയും സമാധാനം നൽകുമാറാവട്ടെ. അള്ളാഹു ദാരിദ്ര്യത്തിൽ നിന്ന്, കടങ്ങളിൽ നിന്ന്, വേദനകളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മയൊക്കെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളൊക്കെ ലോകത്ത് ഒരുപാട് വേദനകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. യുദ്ധത്തിന്റെ കെടുതികൾ ഇന്നും അവസാനിച്ചിട്ടില്ല. ജിസിയിലെല്ലാം വലിയ പ്രയാസങ്ങളുണ്ട്. എല്ലാവരും നമ്മുടെ ഇസ്ലാമിന്റെ രക്ഷയ്ക്ക് വേണ്ടി, നമ്മുടെ ലോകത്തിന്റെ ശാന്തിക്ക് വേണ്ടി നമ്മുടെ പ്രാർത്ഥനകളിൽ ഉൾക്കൊള്ളിക്കുക. യുദ്ധം അവിടെയല്ലേ, നമുക്കെന്ത് എന്നതല്ല, മറിച്ച് അതെല്ലാം നമ്മുടെ ജീവിതത്തെയും നമ്മുടെ ജീവിതത്തെ വല്ലാതെ ബാധിക്കും. സാധനങ്ങളുടെ വിലക്കയറ്റങ്ങൾ ഉണ്ടാകും, ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് യുദ്ധം അവസാനിക്കുവാനും ഒരു ശാന്തിയും സമാധാനവും ലോകത്ത് നടമാടുവാനും എല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥനയിൽ ഉൾക്കൊള്ളിക്കുക. ഈ സനാബിൽ ഖുർആൻ പഠന പദ്ധതിക്ക് വേണ്ടി പ്രയത്നിക്കുന്ന, അതിനുവേണ്ടി സാമ്പത്തികമായി ശാരീരികമായി സഹായിക്കുന്ന, അതുമായി ആ ക്ലാസുമായി ബന്ധപ്പെട്ട എല്ലാവിധ പ്രവർത്തനങ്ങളിലും ആത്മാർത്ഥമായി പങ്കെടുക്കുന്ന എല്ലാവർക്കു വേണ്ടിയും എല്ലാവരും ദുആ ചെയ്യുക. അള്ളാഹു ശാന്തിയും സമാധാനവും നൽകുമാറാവട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.